കുതിരവണ്ടിയിൽ ഓവർലോഡ് കയറ്റുന്ന ഞാൻ എസ് എന്നെ പൊക്കി. എന്നിട്ട് കുതിരക്ക് ലൈസൻസ് ഉണ്ടോ? കുതിര വണ്ടിക്കോ അതുമില്ല. അവസാനം എന്താ, എല്ലാത്തിനും കൂടി ചാർജ് ചെയ്ത് ഇവിടുന്ന് കിട്ടിയതും ഓടി കിട്ടിയതും എല്ലാം കൂടി തൂത്തുവാരി കൊണ്ടുപോയി. അവസാനം വണ്ടി കയറടിക്കാൻ കാശില്ലാഞ്ഞിട്ട് ഞാൻ റോഡിൽ കൂടി തള്ളിക്കൊണ്ടാ വന്നത്. ഓഹോ, എന്റെ വണ്ടിയും വണ്ടിക്കാരനെയും തടഞ്ഞു നിർത്തി കാശ് മേടിക്കാൻ ഈ പളനിയിൽ ഏത് എസ് ഐക്കാടാ ചങ്കൂറ്റം? തലയില്ലാതൊരു കടയുണ്ടാക്കി. നമസ്കാരം. ദേ വന്നല്ലോ കുപ്പുസ്വാമി സാറ്. 100 ആയിസ. ഞാനാ ഇങ്ങോട്ട് വാടാ വാടാ. എന്താടാ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല സാർ. എവിടാ എന്റെ കുതിരവണ്ടി? അത് ഞാൻ അപ്പുറത്ത് മാറ്റിയിട്ടിട്ടുണ്ട്. സാറേ, ഇതാണ് കുതിരവണ്ടിയുടെ മുതലാളി. നീയാണോ മുതലാളി? അല്ല, അങ്ങനെയൊന്നുമില്ല. സാറിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴോ? എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. ഇപ്പെന്ന് പറഞ്ഞാ സാറ് വരുന്നതിന് 1 മിനിറ്റ് മുമ്പ്. അപ്പൊ നേരത്തെ പറഞ്ഞു എന്ന് പറയണം. മനസ്സിലായോ? ഓ, എന്താണ് എന്നെ പറ്റി പറഞ്ഞത്? അതായത് സാറിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചില്ല. ഞാൻ പറയാം. സാറിനെ കണ്ടാൽ അമിതാഭ് ബച്ചൻ എസ് ഐ ആയ പോലെ ഉണ്ട്. ബച്ചണ്ണന്റെ എത്ര പൊക്കം വരും? ഏകദേശം ഒപ്പിക്കാം. ഈ ബച്ചന് എന്നെക്കാൾ 1 ഇഞ്ച് പൊക്കം കൂടുതലല്ലേ? അത് ക്യാമറ ട്രിക്കല്ലേ? അപ്പൊ ഈ ക്യാമറ സമ്മതിക്കണല്ലയോ? പിന്നെ സാറിനൊന്ന് കാണാൻ നിൽക്ക ഈ മൈലണ്ണൻ. എന്തിനാ? ഒന്നുമില്ല, വെറുതെ ഒന്ന് കാണാൻ. നേരത്തെ പറഞ്ഞത് ചോദിക്കണല്ലേ സാറിനോട്? എന്ത്? സാർ എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച കാര്യം മൈലണ്ണന് സാറിനോട് ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ? ഓ, ആ കാര്യം. സാറ് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് പലപ്പോഴും ഇവൻ തന്നെ എടുക്കും. അത് സാറിന് കിട്ടുന്നുണ്ടോന്ന് അറിയണ്ടേ, അത് ചോദിക്കണമെന്ന് പറഞ്ഞതാ. ശരി, അപ്പൊ എന്റെ പേര് പറഞ്ഞ് പൈസ എത്ര പ്രാവശ്യം? അതെപ്പോ? അതെ, നിനക്ക് പിന്നെ ആവർത്തിച്ചാൽ എന്റെ കൈയുടെ ചൂടറിയുന്നീ. പിന്നെ എനിക്കുള്ളത് കൃത്യമായിട്ട് എത്തിക്കണം. അത് ഞാൻ എത്തിക്കാം സാർ. ജീപ്പ് എടുക്കടാ. അങ്ങനെയില്ല സാർ, ജീപ്പ് പോക്കാൻ നടക്കണം. എടുക്കടാ വണ്ടി. ഈ പുള്ളൻ കുപ്പുസ്വാമിക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. അയാൾക്കൊരു പണി ഉണ്ടല്ല, പിന്നെന്തിനാ വേറെ പണി? ആ കഴുത വണ്ടി ഓടിച്ചു ഞാൻ മടുത്തു. പറ്റുമെങ്കിൽ എനിക്കൊരു പണിതാ. അത് പിന്നെ അതിനു മുമ്പ് ഇവനാ പണി കൊടുക്കേണ്ടത്. ഇവൻ എന്നെ ഞെക്കി പിഴിയാൻ തുടങ്ങിയിട്ട് 4 കുറയായി. അതിനൊരു പണി കൊടുക്കണം. എനിക്കൊരു ഐഡിയ. എന്താ? ഇയാൾക്കിട്ടൊരു പണി കൊടുത്താലോ? അത് തന്നെയല്ലേ ഇത്രയും നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്നു. അപ്പൊ എനിക്കൊരു പണി തരാന്ന് പറഞ്ഞതാ. അത് ഇതിന്റെ ഇടയിൽ ഞാൻ തരാം.